സാഗരമേ കാത്തുകൊള്ളിടമേ നീ. അപ്പം കൂടിപ്പോയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിൽ കൂടിപ്പോയെന്നൊന്നും പറയരുത്. കൂടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ്, ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കൈയടിച്ച് കിടത്താൻ ശ്രമിക്കുക. നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിലൊഴിച്ച എണ്ണയില്ലേ, ആ സമരക്കാരൻ എൻ്റെ ആ വഴിവക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുമെന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുമുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ പെട്ടിക്ക് എന്ത് മാത്രമുണ്ട് അമ്മ വന്ന് അത് കണക്ക് പറയില്ലേ. മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഉള്ളത് ചെയ്തതുപോലെ ഇല്ലാണ്ടാവും. നമ്മളുടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ വന്ന് നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേട്ടത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്ത് പോയില്ല, ഞാൻ മാത്രമാണ് എൻ്റെ പള്ളിക്കാണ് എല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചിരിക്കുന്ന ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം? ചിലർക്ക് എണ്ണ ഉണ്ട്, ചിലർക്ക് എണ്ണയില്ല, അത്രേ ഉള്ളൂ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം. ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം, ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവരെണ്ണ വാങ്ങാൻ പോയിരിക്കുകയല്ലേ, അപ്പം മണവാളം വരും. പരിപാടി തീർന്നില്ലേ? വായിച്ച് 25:4 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 25:4 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 25:4 വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. ഇപ്പം വിളക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർ വചനം മാത്രമുണ്ട്, വിളക്കുണ്ട്, എണ്ണയില്ല. അതാണ് പ്രശ്നം. വിളക്ക് ഈ 10 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടേ. എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത്. പക്ഷേ സംഭവം കത്തത്തില്ല. വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. അതിനെന്ത് വേണം? മനസ്സലിവ് വേണം. മറ്റാൾ എണ്ണ പെട്ടിയതിന് മുമ്പ് സംഭവം ഉണ്ടായി. അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടുമ്പോൾ എന്താ സംഭവിച്ചത്? മനസ്സലിഞ്ഞ്. അല്ല ജോസഫ് മതിയിടല്ല എണ്ണ പെട്ടിയത്. നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണ ഉടമ്പടി എടുത്തതുകൊണ്ടാണ് സൽപ്രവൃത്തി കാണിക്കണത്. അതല്ല, മനസ്സലിയണം. ആരെപ്രതി? ക്രിസ്തുവിനെ പ്രതി മനസ്സറിയുമ്പോൾ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്. അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രൂട്ട്ഫുൾ അല്ലാതെ വരിക സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 10 കന്യകമാരുണ്ടായിരുന്നു. അതിൽ ചിലർ 5 പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ചില വിളക്ക് മാത്രം കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നീ എൻ്റെ ചേർത്തിയല്ലേ, നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അത് അവസാനമേ മനസ്സിലാകത്തുള്ളൂ. നീ എൻ്റെ അനിയത്തിയല്ലേ, നമ്മൾ രണ്ട് ഒരു വയറ്റിൽ പെറ്റതല്ലേ, നീ എൻ്റെ ഭർത്താവല്ലേ, നീ എൻ്റെ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്ക് കൃപ കൈമാറ്റാൻ, അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൃപ കൈമാറാൻ പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകണ്ടല്ല, പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹം ഓക്കെയാണ്, കൃപ ഓക്കെയല്ല. അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ച് ദൈവസ്നേഹത്തോടെ നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ പങ്കുകാരില്ല. അതാ പറയണത്. ആ കന്യകമാരോട് പറയുന്നത് കേട്ടല്ലേ, ഞങ്ങൾ തരത്തില്ല, തന്നിട്ടും കാര്യമില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് തികയാതെ വരും. പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത്. കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല.
അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നീ 10 പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കോടീശ്വരിയായി കോടീശ്വരനാകാൻ നോക്കണം. കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത്. അതിലെല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം? ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. 5:10 മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. പക്ഷേ കന്യകമാർ എഴുന്നേറ്റപ്പോൾ കുറേ പേർക്ക് എണ്ണയില്ല. അവർ പിന്നെ അവരുടനെ വാതിൽ അടക്കപ്പെടുകയാണ്. കർത്താവ് നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല, അവസാനം പറയുന്ന ഭാഗമാണ് ഇതില്ല. കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കണ മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്തായി 25 കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടുത്തെ മണവാളനല്ല ഈശോയാണ്, വരാൻ പോരണേ വൈകണതെല്ലാം അവൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയണത് മുഴുവൻ. കഥകളിലൂടെ പറയണതേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം, മണവാളൻ വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട്. സെൻറ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം, വൈകി ഇത്തിരി കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടെങ്കിലേ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു. ശരിക്കും അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10:25 മണവാള ഇപ്പോൾ ഈ നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ആദിമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ്. അതായത് ഇപ്പം കർത്താവ് വരുമെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മണവാളൻ വരാൻ വൈകും. അതാണ് മണവാളനെ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം. നമുക്ക് കൃപാവര പ്രവൃത്തികളുണ്ടാകണം. അതുകൊണ്ട് എന്താണ്? ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവസംഘത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 നിലനിൽപ്പിന്റെ വരം നൽകി ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഈശോയെ തന്നെ നോക്കുക. ഓൺലൈനിലുള്ളവരും ആദരവോടെ മുട്ടുകൊണ്ടാണ് ഈ സൗഖ്യ പ്രാർത്ഥന പങ്കെടുക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഒരു വല്ലാത്ത സമയമാണ്. കർത്താവിൻ്റെ കൃപ അനേകം മക്കളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ്. അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആരാധന നടക്കുന്ന സമയം, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം, ജീവിത ദുരിതങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത്. അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴേ. ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരു ജീവിതമാണ്. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം, ആണിപ്പഴുത് ആളുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിടർ പോലെ, ആഘാതം പോലെ, ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രോഗികളായ എല്ലാ മക്കളെയും തിരുത്താൽ കഴുകി സുഖപ്പെടുത്തണമേ. സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനെ
മകനെപ്പോലും മകളെപ്പോലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുക്കണമേ കർത്താവേ, നിന്റെ രക്തം ഒഴുക്കണമേ കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പേശുകളിലും, കൊശങ്ങളിലും, അസ്ഥികളിലും, സന്ധികളിലും വാതരോഗങ്ങൾ, പിസ്തുരോഗങ്ങൾ, രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ അസുഖങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, മാരക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അർപ്പണറിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം വെട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, അതാവരണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, മക്കൾ വിദേശങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവർക്ക് അവിടെ പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവർ, അവർക്ക് ജോലി കിട്ടാത്തവർ, PR കിട്ടാത്തവർ, അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അലയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവരെ വിൽക്കാൻ പറ്റാത്തവർ, രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവർ, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി ഞെരിഞ്ഞ വരുന്നവർ, മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നവർ സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യമാധ്യത്തോടെ യേശു നാമത്തിൽ നിന്നെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. മുട്ടി നിൽക്കുക. മൗനപ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, എൻ്റെ മക്കൾ സ്വകാര്യ കാര്യങ്ങൾ കണ്ണീരോടെ മാതാവിൻ്റെ മധ്യശീശയ്ക്ക് സമർപ്പിക്കുക. ഓൺലൈനിലുള്ളവർ ഇപ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി കൃപാവര പ്രവൃത്തികൾ ചെയ്ത് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇരിക്കുക. അറിയിപ്പുകൾ. ഒന്നാമത്തെ അറിയിപ്പ്, ഒക്ടോബർ 28 നമ്മുടെ ജപമാല മഹാറാലി. രാവിലെ 6 മണിയോടനുബന്ധിച്ചുകൊണ്ട് ഇവിടുന്ന് റാലി പുറപ്പെടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അനുസരിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ പിരികേറ്റി അപകടമുണ്ടാക്കി വെക്കരുത്. ആൾക്കാരിങ്ങനെ റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ആൾക്കാർ കൂടി നിൽക്കണ കാരണം, റോഡ് ബ്ലോക്കാവുന്ന കാരണം റാലി പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സമയമെടുത്ത് ശാന്തമായിട്ട് വന്ന് ചേർന്നാൽ മതി. കഴിഞ്ഞ പോലെ 8 മണിക്ക് വന്നവരുണ്ട്, 9 മണിക്ക് വന്നവരുണ്ട്. നിങ്ങൾക്ക് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ റാലി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇരുന്ന് ജപമാല ഇരിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ ഡ്രൈവറിനെ ഭ്രാന്ത് പിടിപ്പിച്ച് അപകടം ഉണ്ടാക്കരുത്. ഇവിടെ ആൾക്കാർ ഹ്യൂജായിട്ട് അക്യുമുലേറ്റ് ചെയ്യണ കാരണം നിവൃത്തിയില്ലാതെ ഇവിടുന്ന് പോകണത്, ഇഷ്ടമുണ്ടായിട്ട് പോകണതല്ല. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ നിന്നാൽ റോഡും പക്ക ബ്ലോക്കായി പോകും. രണ്ടാമത്തെ അറിയിപ്പ്, ഈ റാലിക്ക് വരുന്നവർ ഒരു ചെറിയ കുപ്പിയിൽ അവർക്ക് അത്യാവശ്യമുള്ള വെള്ളവും ചെറിയ ലക്ക് ഭക്ഷണം കരുതണം, നല്ലതാണ്. പിന്നെ തുലാവർഷമാണ്, ഉച്ചകഴിഞ്ഞ് മഴയുള്ള ദിവസങ്ങളാണ്. സ്വാഭാവികമായിട്ട് മാതാവ് ഒരിക്കലും നമ്മളെ മഴയിൽ കഷ്ടപ്പെടുത്തിയിട്ടില്ല ഇവരൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്താ, നിങ്ങളൊരു ബുദ്ധിപരമായിട്ട് ഒരു കുട വിവേകം, അതാണ് നമ്മുടെ സാധാരണ വിവേകത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നാലും പോണ വഴിക്കാലും ബസ് സ്റ്റോപ്പിൽ വെച്ച് മഴ പെയ്താലും കുട വേണ്ടേ? കുട കരുതണം നിങ്ങൾ. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ 60 ലക്ഷത്തോളം ജപമാല ചെല്ലണത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ജപമാല ചെല്ലാൻ ഒരു ഭാഗ്യം കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് ഉടമ്പടിയുടെ നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളല്ലാതെ ബാക്കിയുള്ളതെല്ലാം സഭയ്ക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി കാഴ്ചവെക്കണം. രാജ്യത്തിന് വേണ്ടിയല്ല, ലോകം മുഴുവൻ വേണ്ടി. ഇപ്പം അപകടങ്ങളൊക്കെ വരുന്നില്ലേ, എന്തെല്ലാം തരം. ഇപ്പോൾ ലിബിയയിലൊക്കെ 20,000 പേരിൽ അണക്കെട്ട് വന്ന്
പൊട്ടി മരിച്ചു പോയത്. ചൈനയിൽ അപകടം, അണക്കെട്ട് പൊട്ടി. നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ എത്രയും വേഗം പുനർനിർമ്മിതി നടത്തേണ്ടതാണ്. അപ്പം അതിനുള്ള ഇച്ഛാശക്തിയും കാര്യക്ഷമതയും നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടാകണം. എല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഇതുപോലെ തന്നെ എല്ലാ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, രാജ്യങ്ങളിൽ നമ്മുടെ ധാരണ, ലോകത്തുനിന്ന് പട്ടിണി പൂർണ്ണമായിട്ട് മാറണം. കാര്യം മനുഷ്യൻ്റെ എല്ലാ വ്യക്തിത്വവും നശിപ്പിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിലും ചരിത്രത്തിലും എല്ലാം പട്ടിണിയാണ്. നമ്മളൊരു കണക്കിന് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനത്തോട് കൂറും അടുപ്പവും പ്രതിബദ്ധതയുമുള്ള നേതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പുറത്തും ഉണ്ടാകണം. എല്ലാ തരത്തിലുള്ള എല്ലാ ജനങ്ങളും കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾ, മുതിർന്നവരുടെ അനാഥത്വം, അങ്ങനെ മനുഷ്യൻ്റെ ദൈവമക്കൾ എന്ന രീതിയിൽ മാന്യത നഷ്ടപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രാർത്ഥനയുടെ വിഷയമാണ്. വലിയ ദൈവ ചൈതന്യമുള്ള മക്കൾ ഇങ്ങനെ പൊതുവായിട്ട് കൂടി ആത്മതാപം ഉണ്ടാവും. അല്ലാത്തവർ സ്വന്തം സ്നേഹം മാത്രം, അവരുടെ ജോലി, അവരുടെ വീട് വെക്കുക, അങ്ങനെയുള്ള സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഉടമ്പടിയാകുമ്പോൾ, ദൈവമായിട്ട് ഉടമ്പടിയാകുമ്പോൾ ഉയർന്ന നിലവാരമുള്ള ദൈവ പൗരത്വ ബോധം ഉണ്ടാകണം. ഉടമ്പടി നമ്മളെ മാനവികതയുടെ മൂർത്തിഭാവങ്ങളിലേക്കാണ് ഉയർത്തണത്. ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ എടുക്കാൻ പോകുന്ന വിഷയങ്ങളും ഇതിൻ്റെ റാലിയുടെ ഭാഗമാക്കേണ്ടതാണ്. വണ്ടികൾ വരുമ്പോൾ ഇപ്പോൾ കൃപാസനം പദ്ധതിൻ്റെ ഫ്രണ്ട് പേജ് റാലിയെക്കുറിച്ചാണ്. കഴിഞ്ഞ പോലെയൊക്കെ ചില ആൾക്കാർ അതാണ് ഒട്ടിച്ചു വെച്ചുകൊണ്ടിരുന്നത് വണ്ടിയിൽ, റാലിയുടെ വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടി. കാര്യം എല്ലാ ഡിപ്പോയിൽ നിന്നും, KSRTCയുടെ എല്ലാ ഡിപ്പോയിൽ നിന്നും പ്രത്യേക റാലി സർവീസുണ്ട്. അവർ തന്നെ KSRTC ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യണതാണ്. കഴിഞ്ഞ പോലെ 25 വണ്ടിയാണ് വന്നത്, 25 ഡിപ്പോയിൽ നിന്ന്. ഒരു വണ്ടിക്ക് ഇപ്പോൾ ചേർത്തല തൊട്ട് കാസർഗോഡ്, കൊല്ലം, ഇടുക്കി, ട്രിവാൻഡ്രം എല്ലാ സ്ഥലം ഡിപ്പോയിൽ ഒരു വണ്ടി അവർ രാവിലെ സ്റ്റാർട്ട് ചെയ്യും റാലിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ നേരത്തെ ആ ഡിപ്പോയുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങൾക്ക് ആ വണ്ടി പോകണമെങ്കിൽ അർത്തിങ്കൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആക്കിയിട്ട് KSRTC അവിടെ പോയി പാർക്ക് ചെയ്യും അർത്തിങ്കൽ. എന്നിട്ട് നിങ്ങൾ ആ വണ്ടിയെ തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. നമ്മളെപ്പോഴും അർത്തിങ്കൽ എത്തണത് കുർബാന കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ വണ്ടിയെ തന്നെ നിങ്ങൾ തിരിച്ച് എവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അവിടെ കൊണ്ടേ ആക്കും നിങ്ങളെ. അത് KSRTC ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. നമ്മളാണെങ്കിൽ തന്നെ കാൽനടയായിട്ട് ആൾക്കാർ വരും, സാധാരണ പ്രൈവറ്റ് വണ്ടിയൊക്കെ കയറി വരും. അങ്ങനെയുള്ളവരെ കഴിഞ്ഞ പോലെ നമ്മൾ ചെയ്തത് 8 KSRTC വണ്ടി നമ്മൾ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഫ്രീ ആയിട്ട് ആൾക്കാരെ അർത്ഥം കയറുന്ന നാഷണൽ ഹൈവേയിലേക്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിട്ടും. അപ്പോൾ യാത്രയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം ഞങ്ങൾ അവിടെ ക്രമീകരിക്കുന്നതിന് വഴിനീളേ ഉണ്ട്, എങ്കിലും നിങ്ങൾ കരുതണം എന്തുമാത്രം ആൾക്കാരെ വരണത്. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഒരു ദൈവകൃപയുടെ ഒരു ടൈമാണിത്. നമുക്കിതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിന് ദൈവത്തിൻ്റെ ഒരു വിളി പോലെ നമ്മൾ സ്വീകരിച്ച്, പക്ഷെ നിങ്ങളെ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യർ, നല്ല സ്നേഹമുള്ള മനുഷ്യരായിട്ട് വളരണം. എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാകും. പിന്നെ അന്നത്തെ ദിവസം റാലി ദിവസം ഉടമ്പടി ഉണ്ടാകത്തില്ല. റാലി ദിവസം ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു വരും. ഇതിൽ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു ഇവിടെ വരും. അന്ന് സ്റ്റാഫല്ല, നമുക്ക് 100 സ്റ്റാഫുണ്ട്. അപ്പോൾ അവർ അന്ന് ഉടമ്പടിയുടെ ഈ ധ്യാനത്തിൻ്റെ റാലിയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അന്ന് ഉടമ്പടി നടക്കത്തില്ല. എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി നടക്കും, അല്ലാതെ റാലി. പിന്നെ വ്യാഴാഴ്ച ഞായറാഴ്ച മാത്രമേ ആൾക്കാരെ കാണാതെ ഉള്ളൂ. മറ്റു ദിവസം എല്ലാ ആൾക്കാരെ കാണാം. പിന്നെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളെ രേഖകളാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. കാര്യം 500 പേരൊക്കെയാണ് ക്യൂ നിൽക്കുന്നത്.
അപ്പോഴേ ഒരു ഇവിടുത്തെ നമ്മുടെ സമയം അനുസരിച്ച് 120 പേരെ വരെ എടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഒരു കൃത്യമായ രേഖകളുള്ള ആൾക്കാരെയാണ്. കാര്യം പണ്ടത്തെ പോലെ 3 പ്രാർത്ഥന കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇന്നാണ് ഉടമ്പടി എടുത്തെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. അതെന്താ കാര്യം? കൊടിയ ക്ലേശങ്ങൾ ഇരിക്കുന്നവരെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ രേഖ അവിടെ കയ്യിലുണ്ടാകണം. ആശുപത്രി രേഖയായാലും ബാങ്ക് ജപ്തിയായ രേഖയായാലും പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ആയാലും കയ്യിലുണ്ടാകണം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവർ തന്നെ ഉടമ്പടി എടുക്കണം. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ തന്നെ ഉടമ്പടി എടുക്കണം. രോഗികൾക്കത് പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നടക്കാവുന്ന രോഗികൾ അവർ തന്നെ ഉടമ്പടി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വിവാഹം ഒത്തുവരാനുള്ളവർ അവർ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കൂ. പക്ഷെ അവർക്ക് ഈ ഉടമ്പടിയായിട്ടൊരു ബന്ധവുമില്ല. അവരുടെ ആൾക്കാരെ വന്നിട്ട് എന്താ ചെയ്യാണ്? അവർക്ക് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കേസിനി എടുക്കത്തില്ല. ആ വിവാഹം കഴിക്കാനുള്ള കാൻഡിഡേറ്റ് തന്നെ ഉടമ്പടി എടുക്കണം. ഇപ്പോൾ പരീക്ഷക്കാർക്കിടയില്ലേ, പണ്ട് പരീക്ഷക്കാർക്ക് അമ്മ എടുത്തവരായിരുന്നു ഉടമ്പടി. ഇപ്പോൾ എടുക്കത്തില്ല. ആ പരീക്ഷ ആരാണുള്ളത് അവർ ഉടമ്പടി എടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ വിവാഹം ഒക്കണില്ലെങ്കിൽ, നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം. അച്ഛനെ കാണണമെങ്കിൽ, അച്ഛനെ കാണാൻ ഉദ്ദേശിക്കണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരുടമ്പടി എടുത്താലും ഒരു പ്രശ്നമില്ല. ആൾക്കാരെ വന്ന് അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ തലയിൽ കൈവെക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഉടമ്പടിയായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, നാളെ മുതൽ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അമ്മമാരാരും നിങ്ങളെടുത്ത് ഉടമ്പടിയായിട്ട് മക്കളെയും ചോദിച്ചുകൊണ്ട് വരരുത്. ഒരു രക്ഷയില്ല. നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ ഉടമ്പടി എടുക്കാത്ത പല്ലിതേക്കാത്ത സാധനത്തിന് ഇവിടെ കൊണ്ടുപോയി വെക്കണേ. എൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ കുമ്പസാരിച്ചിട്ടില്ല, കുർബാന ചെയ്തിട്ടില്ല, കുടുംബപ്രാർത്ഥനയില്ല, പ്രത്യേക പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. വെറുതെ ഒരു കണ്ടാമൃഗത്തെ വിളിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ദാറ്റ് ഇസ് റോങ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല. പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അത്തറ വരുമ്പോൾ അവർ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കണം അത്തറ വരേണ്ടത്. ഇനി ഞങ്ങൾ ചില വയസ്സന്മാരെയും ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് ഓഫീസിൽ നിന്ന് മനസ്സിലാകും. അവർക്ക് ഉടമ്പെടുക്കാൻ പറ്റത്തില്ലെന്ന് ഓഫീസിൽ നിന്ന് മനസ്സിലായാൽ അങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിലർ ചെയ്യണത്, ചില വയസ്സന്മാർ ചെയ്യണത്, അവർക്കിതൊന്നും പറ്റത്തില്ല, അച്ഛനെ കണ്ടാൽ മതി, അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കണം, അതങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഇവിടെ ഒരു ദിവസം തന്നെ 10-500 ഉടമ്പടി നടന്ന് നമുക്ക് ഇവിടെ സ്റ്റാഫ് പോലും രാവിലെ 6 മണിക്ക് വരുന്നവർ പോകണത് 8 മണിക്കാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അത്രയും കമ്മിറ്റഡ് നിൽക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ അത്രയും സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകണം ദൈവികമായ കാര്യങ്ങളോട്. അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മുറി ആവശ്യമുള്ളവരെ 3 ദിവസം 4 ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥന ശുശ്രൂഷ കൂടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുറി സ്വന്തമായിട്ട് ആവശ്യമുള്ളവർ 94 47 69 68 15 നമ്പറിൽ വിളിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. ഇപ്പോഴേ ഈ റാലിയോട് അനുബന്ധിച്ചാണെങ്കിലും ഉടമ്പടി എടുത്ത് എല്ലാവരും ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ്. കുവൈറ്റിലൊക്കെ ഈ ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷമാണ് ഇതൊരു മാതാവിൻ്റെ നടപടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റു സഭയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവർ അഖണ്ഡ ജപമാല പ്രാർത്ഥിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും ഉടമ്പടി വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ടും സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയുള്ള കൂടിയാലോചനയും കൂട്ടായിട്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്, ടീമായിട്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടിയിൽ അങ്ങനെ ജീവിത രീതിയായിട്ട് എടുത്തുകൊണ്ട് ഉടമ്പടി ചർച്ചയോട് കൂടി നടന്ന് ഉടമ്പടിയുടെ ഓരോ വശങ്ങളും ആ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുന്നവർ ചർച്ച ചെയ്യുകയും അവിടെ സാക്ഷ്യം അവിടെ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തു കൃപയിൽ വളരുന്ന ഒരു സമൂഹത്തെ ഇപ്പോൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇവിടെ എല്ലാ രാജ്യങ്ങളിലേക്കും ഉള്ളവർക്ക് ഇപ്പോൾ ഇന്നലെയൊക്കെ 9 സ്ഥലങ്ങളിലേക്കാണ് അഖണ്ഡ ജപമാല ആശ്രയിച്ച് കൊടുത്തത്. നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നാട്ടിൽ 5 പേര് ഉടമ്പടി എടുത്തവരെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് സ്ഥാപിക്കാം. മാതാവിൻ്റെ കളറുള്ള കൃപാസന അഖണ്ഡ ജപമാല 1000 മണി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.